Welcome back to Inshimate. ഇപ്പോൾ ഉള്ളത് മൈസൂർ റൂട്ടിലാണ്. കണ്ണൂരിൽ നിന്ന് മൈസൂർ പോകുന്ന റൂട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പാണ്. മൈസൂർ സൂ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുട്ടികൾക്ക് സൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ കുറേ ആയില്ലേ, ഒരു വർഷത്തോളമായി നമ്മൾ കേരളം വിട്ടു പോയിട്ട്. അപ്പോൾ ആദ്യത്തെ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന ട്രിപ്പാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. എൻ്റെ കൂടെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന റൂട്ടും മക്കളെ എണീപ്പിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. ഓക്കെ, സമയം 5:30. ഇവിടുത്തെ രണ്ടാൾക്കാർ ഉറങ്ങുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കക്കാനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങണായിരിക്കും. കക്കാന്റെ മുഖവിടെ പോവാ, മൈസൂര് പോവാ. എന്തൊരു അടിക്കലാടാ. ആദ്യമായിട്ട് ഒരു അടി അടിക്കുമ്പോത്തിന് അടിക്കുന്നത്. 10 മണി വരെ കിടന്നുറങ്ങുന്ന ടീംസാണ്. കൊറോണ ഒക്കെ ആയതുകൊണ്ട് സ്കൂളും ഇല്ല. എണീറ്റാ റെഡി? ഇത് റെഡിയാണോ പോവാനെ? റെഡി. മാസ്കോടെ എഫ്റ്റി പോവാ. സിംഹത്തിനെ കാണാൻ പോവാ. മാസ്ക് ഉണ്ടാ പോവാ. നമ്മുടെ ചിക്കൻ കറിയാണത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്കും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പാർസലാക്കുന്നതാണ്. ഇവിടെ മോൻ്റെ ഫുഡ് റെഡിയാവും. രാവിലെ ഒരു 7 മണി ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ. മട്ടന്നൂർ ഇരിട്ടി മാക്കുട്ട വഴി അങ്ങനെ കയറി വന്നതാണ്. നല്ല റോഡാണ്, നല്ല റൂട്ടുമാണ്, അടിപൊളിയാണ്. വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടിപൊളി സ്ഥലമാണ്, നല്ല രസമുണ്ട്. സൈഡിലൊക്കെ കാണാനും മക്കളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റൂട്ട് വരുന്നത് നാഗർഹോള നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ്, ആ റൂട്ടാണിത്. ഫോറസ്റ്റിലൂടെ നമ്മൾ മൃഗങ്ങളെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. നമ്മളൊരു ചെറിയൊരു മാൻകൂട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും അടിപൊളിയാണ്, നൈസാണ് റൂട്ട്. ഇങ്ങനെ ഈ കാടിൻ്റെ ഏകദേശം ഒരു പകുതിയൊക്കെ ആയ സമയത്ത് ചെറിയൊരു അമ്പലം പോലെ ഇത് കണ്ടു. അപ്പോൾ അത് നമ്മളിങ്ങനെ നോക്കിയ സമയത്ത് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അവർ ഒരു കോയിനെ അറക്കുന്നുണ്ട്, ബലി കൊടുക്കുന്നുണ്ട്. ഒരു 3-4 കോയിയുണ്ട്. അവർ ഒരുമിച്ച് അറുത്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം. ഇവിടെ കുറേ ചെറിയൊരു തണല് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇതൊക്കെ കേരളത്തിലേക്ക് വരാനുള്ള ക്യാബേജാണ്. ഫുഡ് കഴിക്കാണ്. നമ്മളെ കൂടെ ബിബിനുണ്ട്, ബിബിന്റെ വൈഫ് ചിത്രയുണ്ട്. നമ്മളെ നൈബറാണ്, നമ്മളെ ഫ്രണ്ടാണ്. ഇത് നമ്മളെ ഹൗസ് ഓണർ മിസ്റ്റർ അച്ചു, ഇസിയ, കണ്ണൻ, വിപിൻ കണ്ണൻ, ഇലാൻ. നമ്മൾ നല്ല ചിക്കൻ കറിയും പിന്നെ വെള്ളയപ്പം പൂരി ഒക്കെ ആയിട്ട് വന്നതാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ. അത് നമ്മളെ മേടുണ്ട്, ഷെറിൻ മേടുണ്ട്. ഇപ്പൊ എണീറ്റിട്ടുള്ള ആള് ഇതാ ഇഫ്തി. ഇതാ ഇവിടെ കറി വേണോ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? മൈസൂർ സൂ എത്തിയിട്ടുണ്ട്.
ടിക്കറ്റ് റേറ്റ്. Selfie stick is prohibited. ಪ್ಲಾಸ್ಟಿಕ್ ಎಲ್ಲ ತೆಗೆದುಬಿಟ್ಟು ಬರೀ ಓನ್ಲಿ ಬಿಸ್ಕೆಟ್ ಮಾತ್ರ ಹಾಕಿದ್ರು. പ്ലാസ്റ്റിക് ബാഗ് ഒന്ന് ഒഴിവാക്കിയിട്ട് അവർ തരുന്ന ബാഗിൽ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ರಿಮೂವ್ ಮಾಡಿ ಹಾಕಬೇಕು. ಆ ಪ್ಲಾಸ್ಟಿಕ್ ನಟ್ ಹಾಕೊಂಡಿಲ್ಲ, ಬಿಟ್ಬಿಟ್ಟು ಹಾಕ್ಬೇಕು. എങ്ങനെയുണ്ട് സിയാന? $150 വർഷം പഴക്കമുള്ളതെന്നാ പറയുന്നത്. ചെറിയ വാതിലുണ്ടോ? അതുകൊണ്ടപ്പോ എങ്ങനെയുണ്ട് സിയാന? സിയാന എങ്ങനെയുണ്ട്? അടിപൊളിയാ? പേടിച്ചാ? പേടിയായ? അതായത് പോവാന്ന് പറഞ്ഞു. ഒരു പുലിയൊക്കെ മുകളില് വരണ്ടേ? ഭക്ഷണം ചറങ്ങാണ്. ആരോടാ? ഇഷ്ടി ഇവിടെ ഞാനെന്താ ചെവിയുടെ പാമ്പിനെ കാണിക്കാ. അപ്പാ പാമ്പിനെ നമ്മളിവിടെ ഉള്ളു. നമ്മളിത് എവിടെ ഉള്ളത്? അവിടെ ഇതൊക്കെ കാണാനുള്ളതാണ്. സീബ്ര എല്ലാതും കാണാനുള്ളത്. ആനക്ക
സിയാൻ ഇലാനെ 1892 ഉണ്ടാക്കിയ സൂ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മൃഗശാലയുണ്ട്. ആദ്യം 10 ഏക്കറിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 156 ഏക്കർ, അതായത് 4 കിലോമീറ്ററോളം ഉണ്ട്. ഇത് മനസ്സിലായോ? 10 ഏക്കർ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, 1 കിലോമീറ്ററിന് താഴെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയുണ്ട് ഇത്? ഒരു 3-4 കിലോമീറ്റർ നടക്കാനുണ്ട്. പാമ്പിനൊക്കെ കാണാം. ഇഫ്തി എങ്ങനെയുണ്ട്? സിംഹത്തിനെ കണ്ട? ആനനെ കണ്ട? ഞാൻ ഇതുവരെ കണ്ടല്ലേ. ഏതാ ഇഷ്ടായത്? എന്തിനാ ഇഷ്ടായത്? ഇഷ്ടായത് എന്തിനാ? സിംഹം. സിനിമ അല്ല, സിംഹം. വെള്ളയും കറുപ്പുള്ളൊരു അതാ ഇഷ്ടായത്. നടന്ന് കാണും. ഈ ഒരു പാസേജ് മൈസൂർ സൂവിൻ്റെ ഒരു അടിപൊളി ഒരു സംഭവം തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള, പണ്ട് ഇത് താഴെ മണ്ണ് മാത്രമായിരുന്നു, ഇപ്പോൾ ഇത് കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഫീലാണ്. ഇവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. കുട്ടികളൊക്കെ ഉണ്ടല്ലോ. കുട്ടികളൊക്കെ ഉണ്ടല്ലേ? കണ്ട കരടിനെ കണ്ട? അതൊരു ബേബിനായിട്ട് കുഞ്ഞുണ്ടല്ലേ? ഫോട്ടോ എടുത്തിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ഇപ്പൊ ഫോട്ടോ എടുത്തോ പുറത്തോട്ട്. ആരെ കുട്ടനെ കണ്ട? എങ്ങനെയുണ്ട്? കൊണ്ടുപോവാ? നിനക്ക് വേണോ? എനിക്ക് എന്തിനാ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എന്നെ കൊണ്ട് എങ്ങനെയുണ്ട്? കുട്ടിയല്ലേ, അത് ഇരിക്കാണ്. എത്ര ജിറാഫ് ഉണ്ട് ഇല്ലാന്? എന്റെ മോനെ നിന്ന് നിക്കാണ്ട് സ്റ്റാച്ചു സൂന്ന് ഇറങ്ങാണ്. അപ്പോ ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നില്ലാനെ? പാലസ്, കൊട്ടാരത്തിലേക്ക് പോവാ. ആരാ കൊട്ടാര? മൈസൂർ രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
മൈസൂർ പാലസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൈസൂർ പാലസിന്റെ എൻട്രൻസ് പണ്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് ഇത് മര്യാദക്ക് കണ്ടത്. വെയിലാൻ എങ്ങനെയുണ്ട്? ഇത് കളഞ്ഞില്ല. ഓയ് എങ്ങനെയുണ്ട് നമ്മൾ ട്രിപ്പ്? പൊളി. ಜ್ವರ, ಕೆಮ್ಮು, ನೆಗಡಿಯಂತಹ ರೋಗ ಲಕ್ಷಣಗಳನ್ನು ಹೊಂದಿರುವವರು ಅರಮನೆಯ ಪ್ರದೇಶಕ್ಕೆ ಬರುವುದನ್ನು ಕಡ್ಡಾಯವಾಗಿ ಸೂಚಿಸಲಾಗಿದೆ. ಅರಮನೆಯ ವೀಕ್ಷಣೆಗೆ ಬರುವ ಪ್ರವಾಸಿಗರು ತಮ್ಮ നമുക്കത് ചെയ്താലോ? ഫോട്ടോ എടുത്തിട്ട് ഒരു സ്റ്റിക്കർ തരുമോ? ഇൻസ്റ്റന്റ് ആയിട്ട് ഫോട്ടോ എടുക്കുന്നവർക്ക് എടുത്തതാണത്. എന്തിനാ ചെയ്യാനെ ഫോട്ടോ എടുത്തത് നിങ്ങൾ ഇവിടെ ഉണ്ടാളും? എന്തിനാ? രസത്തിനാ? രസം ഉണ്ടെന്നിട്ട് ഇനിയിപ്പോ കോവിഡ് ടെസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ആരും ചെയ്യുന്നില്ല. ഫ്രീ ടെസ്റ്റ് ഒക്കെ ചെയ്യും. മൈസൂർ പാലസ് ഒരു സംഭവം തന്നെയാണ്. ദസറയ്ക്ക് വരണം ഇവിടെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഞങ്ങള് രണ്ടാളും പിന്നെതാ എൻ്റെ ഇസിയാനും ഇതിൽ കയറിയില്ല, പാലസിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. മറ്റേ ഫാമിലി അവര് കയറി, വിപിനും ചിത്രയും കയറിയിട്ടുണ്ട്. ഇഫ്തിനുണ്ട് ഇവിടെ. അതാ ഇഫ്തി, ഹായ് പറയും. ഇസിയാൻ ആരെ കാണിച്ചു കൊടുക്കണ്ട്? അവിടെ ഒരു നായുണ്ട്, കാണിച്ചു കൊടുക്കും. നമ്മളെ ഉള്ളിൽ കയറാണ്ട് പുറത്ത് ഇങ്ങനെ കറങ്ങും, പാലസിന്റെ ഉള്ളിൽ പോകും. അവിടെ നിന്നാണ് പാലസിൽ കയറിയിട്ട് പുറത്തു വരുന്നത്. നമ്മൾ മൈസൂർ പാലസിന്റെ ഉള്ളിൽ കയറിയില്ല, ഇലാന് മാത്രം കയറി. ഇലാനും വിപിനും ചിത്രയും കയറി, നമ്മള് പുറത്തിറങ്ങിയില്ല. എന്താ ഈ എന്താ കയറാതിരുന്നേ? ഒന്നുമില്ല, സൂല് കൊറേ നടന്ന് ക്ഷീണിച്ച്, പിന്നെ മോനും ഉറക്കൊന്നും ശരിയിട്ടില്ല. വേറെന്താ, എത്ര കാലമായി ഇവിടെ വന്നിട്ട്? മുമ്പ് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 4 വർഷം. 4 വർഷം അല്ലേ? ഇതിന് മുന്നേ കൊറേ ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. കൊറേ ഇവിടൊക്കെ കൊറേ ഇതുണ്ടായിരുന്നു. എന്താ പറയാ, നമ്മള് ഇവിടൊക്കെ ചെറിയ ഷോപ്പിങ്ങിന് പറ്റിയ ചെറിയ ടോയ്സും ഇതൊക്കെ ഉള്ളതിലുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ പോയില്ലേ? കൊറോണ കാരണം പോയതാ തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പൊ ഇതാണ് നമ്മളെ മൈസൂർ യാത്രയുടെ മുഴുവൻ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, ബൈ ബൈ.